ഹലോ, ഞാൻ ഇന്നുള്ളത് കൊച്ചി ബ്രിഗേഡ് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ പാരഗണിലാണ്. അവിടെ നേരെ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇന്നിവിടെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നേക്കുന്നതാണ്. ആദ്യമേ വേറെ ബിൽഡിങ്ങിലുള്ളവർക്ക് ഇവിടെ അലൗഡ് അല്ലായിരുന്നു. ഇപ്പോൾ അവരൊരു ടൈമിംഗ് വെച്ചിട്ട് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ പേരും ഫോൺ നമ്പറും അവിടെ എൻ്റർ ചെയ്യണം. എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഹസ്ബൻഡ് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രം പേര് എൻ്റർ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പേരൊക്കെ എഴുതി ഈ എൻട്രൻസിലൂടെ കടന്നു വന്ന് എ ബ്ലോക്ക് ത്രൂ ആണ് പുറത്തുനിന്നുള്ളവർക്ക് പാരഗണിലോട്ട് എൻ്റർ ചെയ്യുക. അങ്ങനെ പാരഗൺ എത്തി. നമ്മൾ പോയ ടൈമിൻ്റെ ആണോ എന്നറിയില്ല, കുറച്ച് തിരക്ക് കുറവായിരുന്നു. ഇന്നത്തെ സ്പെഷ്യൽ എല്ലാം അവരൊരു ബ്ലാക്ക് ബോർഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് ബിരിയാണിയും അതുപോലെ തന്നെ ഒരു മീൽസുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കൂടെ അവരുടെ ഒരു സ്പെഷ്യൽ ബനാന ആൻഡ് ഡേറ്റ്സ് കേക്കും കൂടെ ഓർഡർ ചെയ്തു. കറികളെല്ലാം ആക്കി അവരിങ്ങനെ പ്ലേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്നൊരു പ്ലേറ്റ് എടുത്ത് നമുക്ക് വേണ്ട റൈസ് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് സാമ്പാറും അതുപോലെ തന്നെ ചട്നിയും എല്ലാ കറികളും നമുക്ക് മേടിക്കാം. വേറെ സ്പെഷ്യൽസും അവിടെയുണ്ട്. പല വെറൈറ്റി സ്പെഷ്യൽസ് അവിടെ ഉണ്ടായിരുന്നു, ഫ്രൈ ആയിട്ടും അതുപോലെ തന്നെ ഗ്രേവി ആയിട്ടും ഒക്കെ. അവരുടെ ഡൈനിങ് സ്പേസ് കുറച്ച് സ്പേഷ്യസ് ആണ്. ചിക്കൻ ബിരിയാണിയുടെ കാര്യം ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിരുന്നു. ആ ചമ്മന്തിയും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രേവിയും ഒക്കെ നല്ലതായിരുന്നു. മീൽസിൻ്റെ കൂടെ നമുക്ക് സാമ്പാർ, അവിയൽ, തോരൻ, പായസം, ചമ്മന്തി, അച്ചാറ്, പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. സാമ്പാറും ചമ്മന്തിയും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഒന്നുകൂടെ അവിടുന്ന് പോയി വാങ്ങിച്ചായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് താഴെ ഇറങ്ങി പുറത്തുള്ള ഗാർഡൻ സ്പേസിലൊന്ന് വന്നിരിക്കാമെന്ന് വിചാരിച്ചു. അവിടുന്ന് പുറത്തിറങ്ങി നമ്മൾ ലഞ്ച് കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് കുറച്ച് നേരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടന്നു. കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ മുകളിൽ നിന്ന് മേടിച്ച ഡേറ്റ്സ് ആൻഡ് ബനാന കേക്ക് കഴിച്ചത്. നല്ല സോഫ്റ്റ് ആയിരുന്നു. ഒരു ചെറിയ സ്വീറ്റ്നെസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഇതാണ്. ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇവിടേക്ക് ലഞ്ചിന് വരാൻ പ്ലാൻ ഉള്ളവർ ഉച്ചയ്ക്ക് ഒരു 12:15 കൂടി ഇവിടെ എത്തിയാലേ പുറത്തുനിന്നുള്ളവർക്ക് കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടീൻ്റെ ടൈം ആണെങ്കിൽ ഒരു 3:30 മുന്നെങ്കിലും എത്തണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.